ഞാൻ ഡോക്ടർ ലിസ തോമസ്, കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ പ്രമാണിച്ച് ഉള്ള ഒരു പ്രോഗ്രാമാണല്ലോ ഇത്. നമ്മൾ രക്തദാനം എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. നാം ദാനം ചെയ്യുന്ന രക്തത്തുള്ളികൾ മൂലം ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. പക്ഷേ രക്തദാനം എന്ന് പറയുമ്പോൾ പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ രക്തദാതാവിനെയും അതുപോലെ തന്നെ രക്തദാനം ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം തന്നെ നല്ലതായിട്ട് മോണിറ്റർ ചെയ്ത് ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിലാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കാനില്ല എന്നാണ് ആദ്യം പറയാനുള്ളത്. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഈ രക്തദാതാവിനെ തിരഞ്ഞെടുക്കുന്നത് ജനറലി നമ്മൾ ഏജ് എന്ന് പറഞ്ഞാൽ 18-നും 65-നും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരെയാണ് രക്തദാതാവായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. ആദ്യമായിട്ട് രക്തം ഡൊണേറ്റ് ചെയ്യുമ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ സ്വീകരിക്കാറില്ല. നമ്മൾ പുരുഷനാണെങ്കിൽ 3 മാസത്തിലൊരിക്കലും, സ്ത്രീയാണെങ്കിൽ 4 മാസത്തിലൊരിക്കലും രക്തം ദാനം ചെയ്യുന്നതിന് ഒരു തകരാറുമില്ല. നമ്മൾ രക്തദാനം ചെയ്യാനായിട്ട് വരുമ്പോൾ പരിപൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട്, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പരിപൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് രക്തം ദാനം ചെയ്യാനായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം പ്രഗ്നൻസിക്ക് ശേഷം, ഡെലിവറിക്ക് ശേഷം നമ്മൾ 1 കൊല്ലം രക്തം ദാനം ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുള്ള ആർത്തവ സമയത്ത്, അതുപോലെ തന്നെ മുലയൂട്ടുന്ന സമയത്ത്, ഈ ഒരു സമയമൊക്കെ നമ്മൾ രക്തദാനം ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. ഒരു അബോർഷൻ കഴിഞ്ഞ 6 മാസത്തോളം രക്തദാനം അഡ്വൈസബിൾ അല്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, രക്തം വഴിയായിട്ട് പകരുന്ന അസുഖങ്ങൾ, നമ്മൾ HIV, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, അതുപോലെ തന്നെ സിഫിലിസ്, ഗൊണോറിയ മുതലായിട്ടുള്ള അണുബാധയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ രക്തദാനത്തിന് അഡ്വൈസ് ചെയ്യാറില്ല. കാരണം ഇതൊക്കെ രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ രക്തം ദാനം ചെയ്താൽ പോലും നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലാണ് രക്തദാനം ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം സ്ക്രീൻ ചെയ്ത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ ഒരാൾക്ക് നമ്മൾ ഈ രക്തം കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ രക്തം ദാനം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ രക്തം ദാനം ചെയ്യാൻ എപ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ, ഇപ്പം ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ, അതുപോലെ തന്നെ ഫിറ്റ്സ്, അതുപോലെ സ്കിറ്റ്സോഫ്രീനിയ, അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ, അവരൊക്കെ രക്തദാനം ചെയ്യാൻ നമ്മൾ ഉപദേശിക്കാറില്ല. അതുപോലെ സർജറി കഴിഞ്ഞവർ, അതിനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡ് അനുസരിച്ചാണ് നമ്മൾ രക്തം ദാനം ചെയ്യാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ രക്തദാനം ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയല്ല. നമ്മളുടെ ഈ ഒരു കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയിൽ ഇങ്ങനെയുള്ള ഒരു അവബോധം പൊതുജനങ്ങൾക്കായിട്ടും പകർന്നു നൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ മുനീർ പി കരീം, കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. നമുക്ക് ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. നമുക്കിതിൽ ഡോക്ടർ ലിസ മാഡം ഓൾറെഡി നമ്മളോട് സംസാരിച്ചിരുന്നു. ഇതിൽ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ആരൊക്കെയാണ് നമ്മൾ ഇതിൽ എലിജിബിലിറ്റി, ആർക്കൊക്കെയാണ് നമ്മൾ സാധാരണ ബ്ലഡ് എടുക്കുന്നത്, ഡോണേഴ്സിനെ പറ്റി ആണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ സാധാരണ നമ്മൾ ബ്ലഡ് ഡൊണേഷനിൽ നമ്മൾ എടുക്കുന്ന ബ്ലഡ് ദാതാവിൻ്റെ ബ്ലഡുമായിട്ട് നമ്മളൊരു ക്രോസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ബ്ലഡ് കൊടുക്കുന്നത്. അതായത് ഈ 2 രക്തങ്ങൾ തമ്മിൽ അതിൽ റിയാക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യും. അതുപോലെ തന്നെ ഈ നമ്മൾ ഡോണറിൻ്റെ ഈ ബ്ലഡ് എടുത്ത് നമ്മൾ അതിൽ HIV, HBsAg, HCV, അതുപോലെ സിഫിലിസ്, ഗൊണോറിയ അങ്ങനെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്ത് അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സാധാരണ ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ഇതുപോലുള്ള രക്തം വഴി പകരുന്ന രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്കൊന്ന് ബാക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മാഡം പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ളത് പോസ്റ്റ് ഡൊണേഷൻ, ഈ ഡൊണേഷന് ശേഷം നമ്മൾ ഈ ഡോണർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് ഡോണർ ഡേയിൽ വീണ്ടും നമ്മൾ പറയുന്നത് ഇതൊരു വളരെ സേഫായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. എല്ലാവരും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവരും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹലോ, ഞാൻ ഡോക്ടർ ബിജു ചാക്കോ, കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ, ധർമ്മഗിരി ആശുപത്രി, കോതമംഗലം. നമ്മളെല്ലാവരും ഇന്ന് വേൾഡ് ഡോണേഴ്സ് ഡേ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു ബ്ലഡ് ഡോണറാകാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ബ്ലഡിൻ്റെ ആവശ്യം വളരെയധികമുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ബ്ലഡിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ന്യൂ ബോൺസ്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക്
അവർക്ക് പൊതുവെ അവരുടെ ബ്ലഡ് വോളിയം വളരെ കുറവാണ്. അതുകൊണ്ട് ചെറിയ രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോയാലും അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പോലും അവർക്ക് പെട്ടെന്ന് വളരെയധികം രക്തത്തിൻ്റെ ആവശ്യം അവർക്കുണ്ട്. അത് കൂടാതെ നമുക്കറിയാം രക്തം മാത്രമായിട്ടല്ല അവർക്ക് കൊടുക്കുന്നത്. രക്തത്തിന് വളരെയധികം കമ്പോണൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മകൾ, അതുപോലെ തന്നെ വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടർ 8 അങ്ങനെ പല ഫാക്ടറുകളും ഉണ്ട്. ഇതെല്ലാം രക്തത്തിൽ നിന്നാണ് നമ്മളത് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓരോ തുള്ളി രക്തത്തും അത് ഒട്ടും പാഴാക്കാതെ പല പല ഫാക്ടറുകളാക്കിയും അതിൻ്റെ പ്ലേറ്റ്ലെറ്റുകളായിട്ടും അതുപോലെ തന്നെ ആൽബുമിൻ എന്ന് പറയുന്ന പല കമ്പോണൻറ്റുകളായിട്ട് വേർതിരിച്ച് നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തലാസീമിയ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രോഗങ്ങളാണ് ഹിമോഫീലിയ, വേരിയസ് ക്യാൻസറുകൾ, അതുപോലെ തന്നെ പല പല അസുഖങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് ഈ രക്തത്തിൻ്റെ വേരിയസ് കമ്പോണൻറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഓരോ തുള്ളി രക്തവും നമ്മൾ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേൾഡ് ഡോണേഴ്സ് ഡേയിൽ നിങ്ങളെല്ലാവരും രക്തം ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തട്ടെ.